Good morning. Okay, good morning. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങിയിരിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് ആണ് നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 39 ആണ് കേട്ടോ. ഓക്കെ, 39. ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നമുക്ക് ചാപ്റ്ററിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പേര് നോട്ട് ചെയ്യാം കേട്ടോ. ചാപ്റ്റർ നമ്പർ 39 ആണ്. മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, തുടങ്ങാം ക്ലാസ് കേട്ടോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. അപ്പോ എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്നൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലെ. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട 5 Ws ആണ് ഒരു മെഡിക്കൽ റെക്കോർഡ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഏതൊക്കെയാണ് 5 Ws? ഏതൊക്കെയാണ്? ഹൂ, വാട്ട്, വൈ, വേർ ആൻഡ് വെൻ. ഓക്കെ, അതിലെ ഗുഡ് മോർണിംഗ്. അപ്പോ ഈ 5 കാര്യങ്ങൾ അല്ലെ, ഈ പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട 5 Ws ആണ് എന്ത് മെഡിക്കൽ റെക്കോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യം, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു ലീഗൽ റെക്കോർഡാണ് അല്ലെ. ഒരു നിയമപരമായിട്ടുള്ള റെക്കോർഡാണ് എന്ത് മെഡിക്കൽ റെക്കോർഡ് അല്ലെ. അത് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ പൊതുവെ മെഡിക്കൽ റെക്കോർഡ്സ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ആർക്കാണെന്ന് നമ്മൾ പറഞ്ഞത്? പേഷ്യൻസിനാണ്. പേഷ്യൻസിന് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് രോഗികൾക്കാണ്. അത് കൂടാതെ അവിടുത്തെ ആ ഒരു ആശുപത്രിക്ക് തന്നെ, ആശുപത്രിയിലും മറ്റ് പറയുന്ന ഡോക്ടേഴ്സിനായാലും മറ്റ് നഴ്സുമാർക്കായാലും ഒരു ഗൈഡ് എന്നുള്ള രീതിയിലും മെഡിക്കൽ റെക്കോർഡ് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് അല്ലെ. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ അപ്പൊ അത്രയാണ് മെഡിക്കൽ റെക്കോർഡിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ ആയിട്ട് വിചാരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു കേട്ടോ. ഇനി അടുത്ത ഭാഗത്തോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. എന്തെങ്കിലും ഇതൊന്നും ഡൗട്ട് ഒന്നുമില്ലല്ലോ. മെഡിക്കൽ റെക്കോർഡ് മീൻസ് ഹൂ, വാട്ട്, വൈ, വേർ ആൻഡ് വെൻ ഓഫ് പേഷ്യന്റ് കെയർ ടു ദ ഹോസ്പിറ്റൽ. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. പറഞ്ഞല്ലോ, മെഡിക്കൽ റെക്കോർഡ് ഫേവേഴ്സ് പേഷ്യന്റ്, കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. പിന്നെ the legal aspect includes requirements and principles related to the making the medical record, including its content, using and restraining the record, maintaining it, obtaining it and releasing information from it. Okay, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കേട്ടോ. പിന്നെ അടുത്ത ഭാഗത്തോട്ട് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്. അതാണ് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്. ഒരു മെഡിക്കൽ റെക്കോർഡ് സേവനങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. സ്റ്റാൻഡേർഡ് നമ്മളിപ്പോ ക്വാളിറ്റി അഷുറൻസ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പറയുന്നത്, ആ ഒരു സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി എല്ലാം തന്നെ മെഷർ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. എന്നതുപോലെ മെഡിക്കൽ റെക്കോർഡ് സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. Standards are normally a measure set by an expert authority as the rule for measuring quantity or quality. അതിന്റെ പോയിന്റ് അതാണ്. എന്താണ് പറയുന്നത്? അതായത് ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, അതായത് അളവ്, ഗുണനിലവാരം എന്നിവ അളക്കുന്നതിനുള്ള ഒരു നിയമമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? സ്റ്റാൻഡേർഡ്സിനെ കണക്കാക്കുന്നത് അല്ലെ. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ചില മാനദണ്ഡങ്ങളാണ് അല്ലെ. ചില മാനദണ്ഡങ്ങളാണ്. അപ്പം ഒരു എന്താ പറയാ അളവ്, അതിപ്പോ ഒരു സേവനമായിരിക്കാം. ഇപ്പൊ ഇവിടെ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അത് സേവനമാണ് അവിടെ. അപ്പൊ ആ ഒരു സേവനത്തിന്റെ അളവ്, അതുപോലെ തന്നെ ഗുണനിലവാരം എന്നിവ അളക്കുന്നതിനുള്ള ഒരു നിയമമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? സ്റ്റാൻഡേർഡ്സിനെ കണക്കാക്കുന്നത്. അത് മാത്രമല്ല, ഈ സ്റ്റാൻഡേർഡ്സുകൾ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സെറ്റ് ബൈ ആൻ എക്സ്പേർട്ട് അതോറിറ്റി. അതായത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള അതോറിറ്റിയാണ് ഈ ഒരു സ്റ്റാൻഡേർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
അപ്പൊ അതൊരു റൂള് പോലെയാണ് അല്ലെ, അതിന്റെ ഒരു അളവ് അല്ലെങ്കിൽ ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഒരു റൂള് പോലെ ഒരു നിയമമായിട്ടാണ് സ്റ്റാൻഡേർഡ്സിനെ കണക്കാക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള അതോറിറ്റി ആയിരിക്കും, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള എക്സ്പെർട്ടഡ് അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഓർഗനൈസേഷനോ ആയിരിക്കും ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ പറയുന്നത് അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഈസ് നോർമലി എ കണ്ടീഷൻ ഓഫ് ലൈസൻസിങ്, അക്രഡിറ്റേഷൻ ഓർ പേയ്മെന്റ് ഓഫ് സർവീസ്. അപ്പോ ഈ സ്റ്റാൻഡേർഡിന്റെ പ്രാധാന്യം എന്താണ്? ഈ സ്റ്റാൻഡേർഡുകൾ അനുസരിച്ചാൽ മാത്രമേ, ഈ ഇത്തരം സ്റ്റാൻഡേർഡുകൾ ചില മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസിങ്ങിനായാലും അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ അല്ലെ അംഗീകാരത്തിനായാലും പിന്നെ പേയ്മെന്റ് ഓഫ് സർവീസ് വിവിധ സേവനങ്ങൾക്കുള്ള പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതും അതിന്റെ ലൈസൻസിങ്ങും അംഗീകാരവും എല്ലാം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് അല്ലെ. കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്, ആ സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രമാണ് ആ ഒരു സ്ഥാപനത്തിന് ലൈസൻസിങ് ആയാലും അക്രഡിറ്റേഷൻ ആയാലും മറ്റ് എന്താ പറയുക സർവീസുകൾക്കുള്ള പേയ്മെന്റ് ആയാലും ലഭിക്കുള്ളൂ അല്ലെ. ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മൂന്നാമത്തേത് the hospital must keep medical records that are documented correctly and in a timely manner and are perfect and readily available for the swift retrieval of information including statistical data. എന്താണ് പറയുന്നത്? അതായത് ഒരു ഹോസ്പിറ്റൽ, തീർച്ചയായിട്ടും ഒരു ആശുപത്രി എന്ന് പറയുന്നത് വളരെ എന്താണ് കറക്റ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ടും ടൈമിലി അതായത് സമയബന്ധിതമായിട്ടും രേഖപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ എല്ലാ ഹോസ്പിറ്റലുകളും നിർബന്ധമായിട്ട് സൂക്ഷിച്ചിരിക്കണം. അത് പെർഫെക്റ്റ് ആയിരിക്കണം, ടൈമിലി മാനർ ആയിരിക്കണം, അതായത് സമയബന്ധിതമായിട്ടും കറക്റ്റ് ആയിട്ടും എന്താണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ എല്ലാ ആശുപത്രികളും സൂക്ഷിച്ചിരിക്കണം. അത് മാത്രമല്ല റെഡിലി അവൈലബിൾ ആയിരിക്കണം, പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ സ്വിഫ്റ്റ് റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ഈ പറയുന്ന പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യേണ്ടി വന്നാൽ, വീണ്ടെടുക്കേണ്ടതായിട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? റെഡിലി അവൈലബിൾ ആയിരിക്കണം, എപ്പോഴും ലഭ്യമായിരിക്കണം മെഡിക്കൽ റെക്കോർഡ്. മനസ്സിലായല്ലോ? ചുരുക്കി പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ, വളരെ കൃത്യമായിട്ടും സമയബന്ധിതമായിട്ടും റെഡിലി അവൈലബിൾ ആയിട്ട് പെട്ടെന്ന് അവൈലബിൾ ആവുന്ന രീതിയിൽ മെഡിക്കൽ റെക്കോർഡ്സിൽ എല്ലാ ആശുപത്രികളും നിർബന്ധമായിട്ട് സൂക്ഷിച്ചിരിക്കണം. കാര്യം അപ്പോഴാണ് പെട്ടെന്നൊരു ഇൻഫർമേഷൻ എടുക്കേണ്ടതായിട്ട് വന്നാൽ അത് അന്വേഷിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് പാടില്ല. അവിടെ മെഡിക്കൽ റെക്കോർഡ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കണം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ്സിനെ പറ്റി പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അളവ്, അതിന്റെ ഗുണനിലവാരം അളക്കുന്നതിനായിട്ടുള്ളൊരു നിയമമായിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സിനെ കണക്കാക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള അതോറിറ്റി ആയിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഈ സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രമേ അതിനൊരു ലൈസൻസ് ആയാലും അംഗീകാരമായാലും മറ്റ് അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് പേയ്മെന്റ് എല്ലാം കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ എല്ലാം തന്നെ പാലിച്ചിരിക്കണം അല്ലെ. ആ സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, ഏതൊരു ഹോസ്പിറ്റലും എന്താണ് കൃത്യവും കറക്റ്റ് ആയിട്ട് കൃത്യവും സമയബന്ധിതവുമായിട്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിച്ചിരിക്കണം. അത് മാത്രമല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഇൻഫർമേഷൻസ് പെട്ടെന്ന് റിട്രീവ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ റെഡിലി അവൈലബിൾ ആയിരിക്കണം മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിലായിരിക്കണം മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിക്കേണ്ടത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്, മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ വലിയ പ്രശ്നമില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിന് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അതായത് പോയിന്റുകൾ എന്ന് പറയാനല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് കൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്താണ്, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ജനറൽ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അടുത്ത നോക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് ദ ഫോളോയിങ്. ഇനി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ഇൻപേഷ്യന്റിന്റെ, അതായത് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു ഇൻപേഷ്യന്റ്, അവരെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്
നമ്മൾ ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. ഒരു കാര്യം നിങ്ങൾക്കറിയാം, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, വളരെ റിലവന്റ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ഇൻഫർമേഷൻസും അടങ്ങുന്ന ഒരു റെക്കോർഡാണ് അല്ലെ മെഡിക്കൽ റെക്കോർഡ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ എല്ലാ കംപ്ലീറ്റ് ഹെൽത്ത് കണ്ടീഷൻസും നമുക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആണല്ലോ. അപ്പൊ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ അല്ലെ. അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, കാര്യം ആ ഒരു രോഗിയുടെ വളരെ കൃത്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ വിവരങ്ങൾ ഉണ്ടായിരിക്കും. അയാളുടെ പേര്, അയാളുടെ വയസ്സ്, അയാളുടെ ജെൻഡർ ഐഡന്റിറ്റി, അയാളുടെ അഡ്രസ്, അല്ല ഏത് ലൊക്കാലിറ്റിയിൽ നിന്നാണ് വരുന്നത്, അതുപോലെ അയാളുടെ അത് തന്നെ സാധ്യത കറക്റ്റ് ആണ് കേട്ടോ, നെയിം, സെക്സ്, അതന്നെ അഡ്രസ്, അങ്ങനെയുള്ള എല്ലാ ഐഡന്റിഫിക്കേഷൻ തിരിച്ചറിയൽ കാര്യങ്ങൾ അല്ലെ വിശദാംശങ്ങളും വിവരങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അറിയാലോ, നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ആരാധന എന്താണ്? പേഷ്യൻസ് ഓൾ ഡീറ്റെയിൽസ്, അതന്നെ പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും. അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ. രണ്ടാമത്തേത് എന്താണ്? ഈ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ഇൻപേഷ്യന്റ് സർവീസസ്. എന്താണ് പറയുന്നത്? അതായത് ആ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഇൻപേഷ്യന്റിലേക്ക് പ്രവേശിപ്പിച്ച് കഴിഞ്ഞിട്ട് ആദ്യ 24 മണിക്കൂറിന് ഉള്ളിലുള്ള ഒരു വിശദമായിട്ടുള്ള, അതിനെ രാധിക കറക്റ്റ് ആണ് കേട്ടോ, ആദ്യ 24 മണിക്കൂറിനുള്ളിലുള്ള ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി, വിശദമായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററിയുടെ രേഖ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് രോഗി അഡ്മിറ്റ് ആയി, പ്രവേശിപ്പിച്ചു, അഡ്മിറ്റഡ് ആയി, അപ്പൊ ആ അഡ്മിറ്റ് ആയതിനു ശേഷം ആദ്യത്തെ ഒരു 24 മണിക്കൂറിനുള്ളിലുള്ള അവരുടെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയുടെ രേഖ അതിനകത്ത് കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. അത് രണ്ടാമത്തെ. ഓക്കെ, തേർഡ് വൺ ഇതാണ്, എ ഫിസിഷ്യൻ അസസ്മെന്റ് കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ഇൻപേഷ്യന്റ് സർവീസ്. അതുപോലെ തന്നെ എന്താണ്, ഈ ഇൻപേഷ്യന്റ് സർവീസിലേക്ക് പ്രവേശിപ്പിച്ചിട്ട്, അതായത് അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ആദ്യ 24 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടറുടെ ആ ഒരു അസസ്മെന്റ് രേഖയും ഏതിനകത്ത് ഉണ്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് മനസ്സിലായല്ലോ, അതായത് ഡോക്ടർ രോഗിനെ അഡ്മിറ്റ് ചെയ്തു, അപ്പൊ അഡ്മിറ്റ് ചെയ്ത ആദ്യത്തെ ഒരു 24 hours, ഒരു ദിവസം കഴിയുമ്പോഴേക്കും ആ ഒരു ഡോക്ടറുടെ, അവരെ കൺസൾട്ട് ചെയ്യുന്ന ഫിസിഷ്യന്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെന്റ്, രോഗിയെ പറ്റിയുള്ള ഒരു അസസ്മെന്റ് ഉണ്ടാവല്ലോ, മൂല്യനിർണ്ണയം, അതിന്റെ രേഖയും ഇതിനകത്ത് ഉണ്ടായിരിക്കണം, മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ, അതാണ് മൂന്നാമത്തെ കാര്യം. അടുത്തത് എന്താണ്? പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. അതുകൂടാതെ നമുക്കറിയാം, രോഗിയുടെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും നമുക്ക് അവിടെ രോഗിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കൺസെന്റിന്റെ ഒരു പ്രൂഫും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അവരുടെ സമ്മതത്തിന്, അത് തന്നെ അധികം കറക്റ്റ് ആണ് കേട്ടോ, സമ്മതപത്രം അല്ലെ, അവരുടെ ആ ഒരു കൺസെന്റിന്റെ, സമ്മതത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫ് മെഡിക്കൽ റെക്കോർഡിനകത്ത് സൂക്ഷിച്ചിരുന്നത്. അത് അവരുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് ഇയാളെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണം അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടൊരു പ്രൂഫ് ഓഫ് കൺസെന്റും മെഡിക്കൽ റെക്കോർഡിനകത്ത് തെളിവായിട്ട് ഉണ്ടായിരിക്കും. അടുത്ത് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ്. ഇനി അത് കഴിഞ്ഞാൽ ആ ഒരു രോഗിയുടെ എല്ലാ രോഗനിർണയ ചികിത്സാ നടപടിക്രമങ്ങളുടെയും കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ അല്ലെ, അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, വിശദാംശങ്ങൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, എന്തെല്ലാം രോഗനിർണയങ്ങൾ നടത്തിയതിന്റെ മറ്റും എല്ലാ പ്രൊസീജിയേഴ്സുകളുടെയും രേഖകൾ അല്ലെ, അതിന്റെ സ്റ്റേറ്റ്മെന്റ്സുകൾ കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡിനകത്ത് സൂക്ഷിച്ചിരിക്കണം. പിന്നെന്താണ് വേണ്ടത്? സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പാത്തോളജി and clinical laboratory examinations as well as radiology and nuclear medicine examinations. അതെന്നെ കറക്റ്റ് ആണ്. അതായത് അവരുടെ ആ ഒരു പാത്തോളജിയിൽ അവരുടെ അസുഖം എന്താണെന്ന് കണ്ടെത്താനായിട്ട് ചിലപ്പോൾ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു രോഗത്തെ പറ്റിയുള്ള ആ പാത്തോളജി വിവരങ്ങളും, അതുപോലെ തന്നെ ലാബ് റിസൾട്ടുകൾ, ലാബ് പരിശോധനകൾ, റേഡിയോളജി എക്സാമിനേഷൻസ് ഒക്കെ നടത്തി, ചിലപ്പോൾ സ്കാനോ എക്സ്റേയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകളും, അതുപോലെ തന്നെ ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ. ന്യൂക്ലിയർ മെഡിസിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുള്ള അതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള പരിശോധന കാര്യങ്ങളും പരിശോധനാ വിവരങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആലോചിച്ചറിയാവുന്ന കാര്യമാണ്.
കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ് കേട്ടോ. കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. അതോടൊപ്പം തന്നെ ഈ രോഗീനെ കൺസൾട്ട് ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ, അല്ലെ, ഡോക്ടറെ കാണുന്ന കൺസൾട്ടേഷൻ റിപ്പോർട്ടുകളും പിന്നെ പ്രോഗ്രസ് നോട്ട്സ്, അതായത് അഡ്മിറ്റ് ആയി ഓരോ ദിവസം ചെല്ലുന്തോറും എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ പ്രോഗ്രസ് ചെയ്തു വരുന്നത്, അല്ലെ. അതെ, ചികിത്സ, അതെ, അതായത് പ്രോഗ്രസ്, അവരുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡിനകത്ത് സൂക്ഷിച്ചിരിക്കണം. പിന്നെന്താണ് ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തേഷ്യ റിപ്പോർട്ട്സ്. ഇനിയിപ്പോ വല്ല സർജറി ഒക്കെ ചെയ്യുന്ന ഒരു പേഷ്യൻസ് ആയിരുന്നെങ്കിൽ അവരുടെ ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ അനസ്തേഷ്യ റിപ്പോർട്ടുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഡിസ്ചാർജ് സമ്മറി റിട്ടേൺ അണ്ടർ ടെർമിനേഷൻ ഓഫ് ഹോസ്പിറ്റലൈസേഷൻ, ബ്രീഫ്ലി സമ്മറൈസിംഗ് the reason for hospitalization, important findings, procedures done, and treatments provided, the condition of the patient on discharge, and specific instructions given to the patient and family. പിന്നെന്താണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ അവസാനിപ്പിക്കുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് വേണം, ഒരു ഡിസ്ചാർജ് സമ്മറി വേണം, അല്ലെ. അപ്പൊ ആ ഒരു ഡിസ്ചാർജ് സമ്മറി അതിനകത്ത് ഉണ്ടായിരിക്കണം. ആ ഡിസ്ചാർജ് സമ്മറിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് സമ്മറൈസ് ചെയ്യേണ്ടത്? ദ റീസൺ ഫോർ ദ ഹോസ്പിറ്റലൈസേഷൻ, എന്ത് കാരണം കൊണ്ടാണ് അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്തത്, ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, അതിനുശേഷം അതിന് കണ്ടെത്തിയ അവരുടെ രോഗത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഫൈൻഡിങ്സുകൾ, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഡൺ, എന്തെല്ലാം, അത് തന്നെ ഡിസ്ചാർജ് വരുന്നത് പ്രൊസീജിയേഴ്സ് ഡൺ, അല്ലെ, എന്തെല്ലാം നടപടിക്രമങ്ങളാണ് അവരെ ചികിത്സാ നടപടികളാണ് അവർക്കായിട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആൻഡ് ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ്, ട്രീറ്റ്മെന്റ്, എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചികിത്സകളാണ് അവർക്ക് നൽകിയിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമ ഇടണം കേട്ടോ. ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമ ഇടണം കേട്ടോ. എന്നിട്ട് ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്തായാലും ബെറ്റർ ആയിരിക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻ എന്തായിരുന്നു, ആൻഡ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. അതിനുശേഷം എന്താണ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യന്റിനും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കും, അല്ലെ, ചില ഫോളോ അപ്പ് ആഫ്റ്റർ കെയറിന് വേണ്ട കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ കൊടുക്കും. അപ്പൊ അതടക്കം എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറി രേഖയും ഇതിനകത്ത് ഉണ്ടായിരിക്കണം, മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? പിന്നെന്താണ് പറയുന്നത്, മെഡിക്കൽ റെക്കോർഡ്സ് ഷുഡ് ബി കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ്, പ്രസന്റ്ലി ഓതന്റിക്കേറ്റഡ്, ലെജിബിൾ ആൻഡ് കംപ്ലീറ്റ്. അതായത് മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം, കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ് ആയിരിക്കണം, അല്ലെ, സ്വകാര്യത വളരെയധികം സൂക്ഷിക്കുന്നതായിരിക്കണം. അത് നമ്മൾ ഒരുപാട് പറഞ്ഞൊരു പോയിന്റ് ആണ്, അല്ലെ. കാര്യം ഇത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ്, അല്ലെ, പേഷ്യന്റിന്റെ ഒരു അവകാശമാണ് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി ഗ്യാരണ്ടി ചെയ്യുന്നത്. അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ പ്രസന്റ്ലി ഓതന്റിക്കേറ്റ്, അതായത് ആധികാരികതയുള്ളതായിരിക്കും. ദാറ്റ് മീൻസ് ജെനുവിൻ ആയിരിക്കണം അതിന്റെ വിവരങ്ങൾ, വളരെ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, വിശ്വാസയോഗ്യമായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള വിവരങ്ങളായിരിക്കണം അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. ലെജിബിൾ ആൻഡ് കംപ്ലീറ്റ്, അതുപോലെ തന്നെ ഒരു മെഡിക്കൽ റെക്കോർഡ് വളരെ ലെജിബിൾ ആയിരിക്കണം, വളരെ വ്യക്തമായിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം. ഒരിക്കലും ഇൻകംപ്ലീറ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിക്കാനായിട്ട് കാണുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. മനസ്സിലായോ? പറഞ്ഞത് സിമ്പിൾ അല്ലേ ഇതെല്ലാം? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് വളരെ കൃത്യമായിട്ടുള്ളതും വ്യക്തമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഉണ്ടായിരിക്കണം. ഐഡന്റിഫിക്കേഷൻ ഡാറ്റ മനസ്സിലായല്ലോ, അയാളുടെ പേര്, അഡ്രസ്, അയാളുടെ ജെൻഡർ ഐഡന്റിറ്റി, അയാളുടെ റിലീജിയൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഇൻപേഷ്യന്റ് കിടത്തി ചികിത്സയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ആദ്യ 24 മണിക്കൂറിനുള്ളിലുള്ള ഒരു വിശദമായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററിയുടെ രേഖ ഈ മെഡിക്കൽ റെക്കോർഡിനകത്ത് സൂക്ഷിച്ചിരിക്കണം. അതുപോലെ തന്നെ അഡ്മിറ്റ് ആയതിനു ശേഷം ആദ്യ 24 മണിക്കൂറിനുള്ളിലുള്ള ആ ഒരു ഫിസിഷ്യന്റെ അസസ്മെന്റ് രേഖ, രോഗിയെ പറ്റിയുള്ള ഒരു അസസ്മെന്റ് രേഖ, അതും ഈ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ പറയുന്നത് അവരുടെ രോഗിയുടെ ഒരു കൺസെന്റിന്റെ പ്രൂഫ് ഉണ്ടായിരിക്കണം, തെളിവ് ഉണ്ടായിരിക്കണം. അതിനൊരു എന്താന്ന് വെച്ചാൽ പ്രൂഫ് കൺസെന്റ് ഫോം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന അവർക്കായിട്ട് ചെയ്യുന്ന എല്ലാ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് നടപടിക്രമങ്ങളുടെയൊക്കെ വിശദാംശങ്ങൾ, സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന ലാബ് പരിശോധനകൾ, റേഡിയോളജി ടെസ്റ്റുകൾ, പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻസ് എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ രേഖകളും മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് സൂക്ഷിച്ചിരിക്കണം. പിന്നെ കൺസൾട്ടേഷൻ റിപ്പോർട്ട്, പ്രോഗ്രസ് നോട്ട്സ്, പിന്നെ അനസ്തേഷ്യ ഓപ്പറേറ്റീവ് റിപ്പോർട്ടുകൾ, പിന്നെ ലാസ്റ്റ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിക്കകത്ത്
എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അറിയാലോ. എന്തുകൊണ്ടാണ് അഡ്മിറ്റ് ആയത്, പിന്നെ എന്തൊക്കെയാണ് അയാളുമായിട്ട് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയ പ്രധാന ഫൈൻഡിങ്സുകൾ, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുത്തിരുന്നു, ഡിസ്ചാർജ് സമയത്ത് എന്തായിരുന്നു ആ രോഗിയുടെ കണ്ടീഷൻ, പിന്നെ അതിനുശേഷം ആഫ്റ്റർ കെയർ എന്നുള്ള രീതിയിൽ അവർക്കായിട്ട് കൊടുത്തിട്ടുള്ള സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് ഇത്ര ദിവസം കഴിഞ്ഞ ഒരു ഫോളോ അപ്പിന് വരാനായിട്ട് ഡോക്ടർ കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എപ്പോഴും മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ് ആയിരിക്കണം, എന്നുവെച്ചാൽ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതായിരിക്കണം, വളരെ ജെനുവിൻ ആയിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, ലെജിബിൾ ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. മനസ്സിലായല്ലോ മെഡിക്കൽ റെക്കോർഡിനെ പറ്റി? ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് മെഡിക്കൽ ഒരു ഇതിനകത്ത് പറഞ്ഞത്. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് നോക്കാം. മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് കേട്ടോ. എന്താണ് മെഡിക്കൽ റെക്കോർഡ് പോളിസീസ്? ഓക്കെ, എന്താണ് മെഡിക്കൽ റെക്കോർഡ് പോളിസികൾ? അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നിങ്ങൾ ഓരോ സെന്റൻസും വായിച്ച് ഇങ്ങനെ ഓരോരോ ഇതായിട്ട് പഠിക്കുന്ന നേരം ആ സംഭവം എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അത്രയേ ഉള്ളൂ. മെഡിക്കൽ റെക്കോർഡ് പോളിസി. ഈ മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ചില നയങ്ങളാണ് ഇനി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ആദ്യത്തെ പോയിന്റ് എന്താണ്? രജിസ്ട്രേഷൻ സിസ്റ്റം. ആദ്യത്തെ എന്താണ്? രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? രജിസ്ട്രേഷൻ സംവിധാനം. എന്താണ് രജിസ്ട്രേഷൻ സംവിധാനം ഉദ്ദേശിക്കുന്നത്? എന്താണ് നോക്കുക. A central registration system with a 24-hour service should preferably be kept for all outpatients and inpatients. അല്ലെ? എന്താണ്? ഒരു ആശുപത്രിയിലെ എല്ലാ ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനുമായിട്ട് 24 മണിക്കൂറും സേവനം നൽകുന്ന ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. അതെല്ലായിടത്തും ഉള്ളതാണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതീ പറയുന്ന എല്ലാ ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനുമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 24/7 ആണ് കേട്ടോ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയ ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് 1 യൂണിറ്റ് റെക്കോർഡ് ആൻഡ് 1 പെർമനന്റ് നമ്പർ യൂസ്ഡ് ഫോർ ഓൾ എപ്പിസോഡ് ഓഫ് കെയർ. ഇതാണ് പറയുന്നത്. അത് മാത്രമല്ല, ഓരോ പേഷ്യന്റിനും ഒരു സിംഗിൾ ആയിട്ടുള്ള 1 യൂണിറ്റ് റെക്കോർഡ്, അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ്, ഓരോ പേഷ്യന്റിനും ഓരോ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം. അതായത് ഒരു 3-4 പേഷ്യൻസിന് കൂടിയിട്ട് ഒരു റെക്കോർഡ്, അല്ലെങ്കിൽ ഒരു 5-6 പേഷ്യൻസിന് കൂടി ഒരു റെക്കോർഡ്. അങ്ങനെയല്ല, ഓരോ പേഷ്യന്റിനും, എത്ര രോഗികൾ ഉണ്ടെങ്കിലും ഓരോ പേഷ്യന്റിനും എന്താണ്? ഒരു സിംഗിൾ ആയിട്ടുള്ള യൂണിറ്റ് റെക്കോർഡും അതുപോലെ തന്നെ ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമുക്ക് അറിയാലോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമുക്കൊരു ID നമ്പർ തരും അല്ലെ, രജിസ്ട്രേഷൻ ID നമുക്ക് തരും. അത് എപ്പോഴും പെർമനന്റ് ആയിരിക്കും. അത് പിന്നീട് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അത് മാറും ഇല്ല. നമ്മൾ എത്ര വർഷം അവിടെ നമ്മൾ ട്രീറ്റ്മെന്റിന് പോയാലും ആ ഒരു നമ്പർ എപ്പോഴും പെർമനന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡും അവിടെ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓരോ പേഷ്യന്റിനും ഒരു സിംഗിൾ ആയിട്ടുള്ള യൂണിറ്റ് റെക്കോർഡും ഒരു പെർമനന്റ് നമ്പറും അവരുടെ പരിചരണത്തിലുടനീളം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടാകും. നമുക്ക് അറിയാമോ അല്ലെ? ഉണ്ടായിരിക്കാതെ UHID നമ്പറാണ് കേട്ടോ. UHID നമ്പറാണ് കേട്ടോ. അപ്പൊ അത് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്? എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി പേഷ്യൻസ് വിത്ത് 24-hour സർവീസ് ഷുഡ് ആൾസോ ബി ഗിവൺ. അതുകൂടാതെ ഈ പറയുന്ന ആക്സിഡന്റ് എമർജൻസി പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്കായിട്ട് 24 മണിക്കൂർ സേവനം നൽകുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഏരിയ അവർക്കായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ മറ്റൊന്ന് പറയുന്നത് ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനായിട്ട് 24 hours ഉള്ള ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? എമർജൻസി ആക്സിഡന്റ് കേസുകൾ വരാം. അവരെ സംബന്ധിച്ച് അവർക്ക് എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് തന്നെ, അതും ഈ പറയുന്ന 24 മണിക്കൂറും സേവനം കൊടുക്കുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം. ഇത്ര കാര്യങ്ങളെ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അതെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. അറിയാലോ, ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ് ഡെയിലി ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. മനസ്സിലായോ എന്താണ് രജിസ്ട്രേഷൻ സംവിധാനം? ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഔട്ട് പേഷ്യൻസിന് ഇൻപേഷ്യൻസിനായിട്ട് ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സംവിധാനം ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ രോഗികൾക്കും ഒരു സിംഗിൾ ആയിട്ടുള്ള യൂണിറ്റ് റെക്കോർഡും ഒരു പെർമനന്റ് നമ്പറും അവർക്ക് എന്താണ് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴും പെർമനന്റ് ആണ് അല്ലെ. ആ ഒരു രോഗിയുടെ പരിചരണത്തിലുടനീളം അവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പെർമനന്റ് നമ്പർ ആണ്.
അത് മാത്രമല്ല എമർജൻസി ആക്സിഡന്റ് പേഷ്യൻസിനായിട്ട് 24 മണിക്കൂർ സേവനം കൊടുക്കുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സിസ്റ്റമും ഒരു ആശുപത്രിയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുക. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത് എന്താണ്? നമ്പറിംഗ് സിസ്റ്റം ആണ്. അതാണ് നമ്പറിംഗ് സിസ്റ്റം. അതിലെന്താ പറയുന്നത്? 6 ഡിജിറ്റ് നമ്പേഴ്സ് ആർ നോർമലി യൂസ്ഡ് ഫോർ ദ ഔട്ട് പേഷ്യൻസ് ആൻഡ് ഇൻപേഷ്യൻസ്. ഈ പറയുന്ന ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനുമായിട്ട് പൊതുവെ ഒരു 6 അക്ക നമ്പറാണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. നമ്മൾ പൊതുവെ അതിനെ MRN നമ്പർ എന്നാണ് പറയുന്നത്. MRN എന്താണ്? MRN മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആണ് കേട്ടോ. മെഡിക്കൽ ഓരോ പേഷ്യന്റിനും സിംഗിൾ ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ഒരു പെർമനന്റ് നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ എത്ര അക്കായിരിക്കും? 6 ഡിജിറ്റ്. അത് തന്നെ MRN ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആണ്. അത് പൊതുവെ ഒരു 6 അക്ക നമ്പർ ആയിരിക്കും കേട്ടോ. 6 അക്ക നമ്പർ ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. 6 ഡിജിറ്റ് നമ്പർ ആണ്. ഇനി അടുത്തത് എന്താണ്? അതാണ് കേട്ടോ ഫസ്റ്റ് സെന്റൻസ്. 6 ഡിജിറ്റ് നമ്പേഴ്സ് ആർ നോർമലി യൂസ്ഡ് ഫോർ ഔട്ട് പേഷ്യൻസ് ആൻഡ് ഇൻപേഷ്യൻസ്. രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? എ ന്യൂ പേഷ്യന്റ് ഗെറ്റ്സ് എ ന്യൂ ഹോസ്പിറ്റൽ നമ്പർ ഓൺലി അറ്റ് ദ ഫസ്റ്റ് ടൈം ഓഫ് രജിസ്ട്രേഷൻ. നമുക്കറിയാം അല്ലെ, ഒരു പുതിയ രോഗിക്ക് ഒരു പുതിയ ആശുപത്രി നമ്പർ ലഭിക്കുന്നത് ആദ്യത്തെ രജിസ്ട്രേഷൻ സമയത്ത് മാത്രമാണ് അല്ലെ. ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മുടെ കുറെ ഡെമോഗ്രഫിക് ആയിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് അവർ നമ്മുടെ കളക്ട് ചെയ്യും. നമ്മുടെ പേര്, നമ്മുടെ വയസ്സ്, നമ്മുടെ അഡ്രസ്സ്, പിന്നെ നമ്മുടെ മറ്റുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അല്ലെ. ചിലതിൽ റിലീജിയൻ ഒക്കെ ചോദിക്കാറുണ്ട്, മറ്റുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതാണ് രജിസ്ട്രേഷൻ. നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് തരികയാണ്? ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ID നമ്പർ നമുക്ക് തരികയാണ് അല്ലെ. അത് ആ സമയത്ത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് നമ്മൾ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു രജിസ്ട്രേഷൻ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് ഒരു ID നമ്പർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ പരിചരണത്തിലുടനീളം നമുക്ക് ആ ഒരു നമ്പർ മാത്രം യൂസ് ചെയ്യാം. പിന്നെ നമുക്കൊരു കാർഡ് തരും. ആ കാർഡും കൊണ്ട് നമ്മൾ പിന്നീട് പോയാൽ മതി അല്ലെ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്കറിയാം, പ്രാക്ടിക്കൽ ലൈഫിലുള്ള കാര്യങ്ങളാണ്. So a new patient gets a new hospital number only at the first time of registration. ഇതാണ് നമ്പറിംഗ് സിസ്റ്റം. ക്ലിയർ ആയല്ലോ? അപ്പൊ രജിസ്ട്രേഷൻ സിസ്റ്റം മനസ്സിലായി, നമ്പറിംഗ് സിസ്റ്റം ക്ലിയർ ആയി. അടുത്തതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് കേട്ടോ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് അഥവാ PMI. ഓക്കെ, PMI എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കി പറയുക. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The patient master index is designed with the important identification information for each new patient registered in the central registration area. അതായത് നമ്മുടെ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയയിൽ രജിസ്റ്റർ ചെയ്ത ഓരോ പുതിയ രോഗിക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ രജിസ്റ്റർ ചെയ്ത് വരുന്ന ഓരോ രോഗിക്കും അവരുടെ പ്രധാനപ്പെട്ട എന്താണ് തിരിച്ചറിയൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. ഇനി അത് ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് അത് ഫയൽ ചെയ്യുന്നത്? ആൻഡ് ഫൈൽഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ ദ മാനുവൽ സിസ്റ്റം ആൻഡ് ഇലക്ട്രോണിക്കലി ത്രൂ കമ്പ്യൂട്ടർ. അത് മാനുവൽ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ, അതായത് അവിടെ ഡാറ്റ കംപ്ലീറ്റ് എൻ്റർ ചെയ്യുന്നത് ത്രൂ മാനുവലി ആണ്. ആളുകൾ തന്നെ പണ്ടത്തെ പോലെ ഇങ്ങനെ എഴുതിയൊക്കെ വെക്കില്ല, എല്ലാ കാര്യം എഴുതി വെക്കുന്ന രീതിയിലാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും അത് ഫയൽ ചെയ്ത് വെക്കുക. ഇനി ആൻഡ് ഇലക്ട്രോണിക്കലി ത്രൂ കമ്പ്യൂട്ടർ. ഇനി അതേസമയം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ്, ഇലക്ട്രോണിക്കലി കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. ഇലക്ട്രോണിക്കലി നമുക്കത് ഫയൽ ചെയ്ത് വെക്കാം. ദാറ്റ് മീൻസ് രണ്ട് രീതിയിൽ ഫയൽ ചെയ്ത് വെക്കാണ്. മാനുവൽ സിസ്റ്റത്തിലാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫയൽ ചെയ്യുക, അതുകൂടാതെ നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്ക് ഫയൽ ചെയ്ത് സൂക്ഷിക്കാം. എന്ത് പറയുന്ന പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ക്ലിയർ ആയല്ലോ? എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് മനസ്സിലായില്ലേ? അവിടെ രജിസ്റ്റർ ചെയ്ത ഓരോ രോഗിക്കും അവരുടെ പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് സെറ്റ് ചെയ്യുന്നത്. ഇനി പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്? മാനുവൽ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ഫയൽ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് എളുപ്പം എടുക്കാനൊക്കെ നമുക്ക് എളുപ്പമുണ്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വെക്കുമ്പോൾ. പിന്നെ നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്ക് ഫയൽ ചെയ്ത് വെക്കാം, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് ഫയൽ ചെയ്ത് സൂക്ഷിക്കാം. ഓക്കെ, അടുത്തതാണ് പേഷ്യന്റ് ID ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. അറിയാവുന്നതാണ്. ആൻഡ് ഈച്ച് ന്യൂ പേഷ്യന്റ് രജിസ്റ്റേർഡ് ഫോർ outpatient or inpatient service should be given an identification card. അല്ലെ, നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു കാർഡ് തരും അല്ലെ, ഒരു കാർഡ്, ഒരു ഐഡന്റിഫിക്കേഷൻ
ഐഡന്റിഫിക്കേഷൻ കാർഡ്, അതിനകത്ത് നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പ്രത്യേക രജിസ്ട്രേഷൻ ID ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. എന്താണ് രജിസ്റ്റർ ചെയ്ത ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് സേവനങ്ങൾക്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ രോഗിക്കും ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ് നൽകിയിരിക്കണം അല്ലെ, തിരിച്ചറിയൽ കാർഡ് അവർക്ക് നൽകുന്നുണ്ട് അല്ലെ. ഓക്കെ, അടുത്തതാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് in all referral or specialty hospitals the appointment system should be practiced. അതായത് എല്ലാ റെഫറൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും അപ്പോയിന്റ്മെന്റ് സംവിധാനം നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നതാണ് പറയുന്നത്. എന്താണ് റെഫറൽ ഹോസ്പിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെഫറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയോ? ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ ആണ്, അത്യാവശ്യം അഡ്വാൻസ്ഡ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ പഠിച്ചപ്പോ പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പൊ ടെർഷ്യറി കെയറിനൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് അല്ലെ. എന്ന് പറഞ്ഞാൽ കുറേയും കൂടെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ തന്നെയാണ്. അതിനെയാണ് നമ്മൾ റെഫറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് ഈ പറയുന്ന മറ്റേതെങ്കിലും ഡോക്ടേഴ്സോ റെഫർ ചെയ്ത് വിടുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബെറ്റർ കെയറിന് വേണ്ടിയിട്ട് റെഫർ ചെയ്ത് വിടുന്ന പേഷ്യൻസ് ചെയ്യുന്നത് ഈ റെഫറൽ ഹോസ്പിറ്റലിലോട്ടാണ്. അവിടെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിചരണം അവർക്ക് ലഭിക്കും. അപ്പൊ അത്തരത്തിലുള്ള റെഫറൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊക്കെ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതായത് നമ്മൾ ആദ്യം തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. എല്ലാ കേസും അല്ല കേട്ടോ പറയുന്നത്, എല്ലാ കേസും പൊതുവെ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് എടുത്തും അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഡോക്ടർ എന്ത് ചെയ്യാൻ പോകുന്നത്? കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയാണല്ലോ, ആ രീതി പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയാണ് അല്ലെ. പിന്നെ എന്താണ്? ഓൾ പേഷ്യൻസ് മസ്റ്റ് നോട്ടീസ്ഡ് ദ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആക്സെപ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ആക്സെപ്റ്റ് ലേബർ ആൻഡ് എമർജൻസി കേസസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കാം. അതായത് ലേബർ എമർജൻസി കേസുകൾ ഒഴികെ ബാക്കി എല്ലാ രോഗികളും നിർബന്ധമായിട്ടും ഈ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശ്രദ്ധിച്ചിരിക്കണം. ലേബർ എമർജൻസി കേസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല അല്ലെ. ഇപ്പൊ പെട്ടെന്ന് ഒരു ഡെലിവറി പെയിൻ വന്ന് പെട്ടെന്ന് ഒരു രോഗിനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം, അതുപോലെ തന്നെ എമർജൻസി കേസുകൾ, ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഷെഡ്യൂൾ ചെയ്ത് നിൽക്കാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ലേബർ എമർജൻസി കേസുകൾ ഒഴികെ ബാക്കി എല്ലാ രോഗികളും ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് സംവിധാനം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോട്ടീസ് ചെയ്തിരിക്കണം. ആ രീതിയിൽ വേണം അവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. മനസ്സിലായില്ലേ പറഞ്ഞത്? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് കേട്ടോ. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്? അന്വേഷണ റിപ്പോർട്ടുകളെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. നോക്കാം. ദ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ് ഷുഡ് ബി. ഒരു കാര്യം തുടക്കം ഒന്ന് പറഞ്ഞിട്ട് ഇത് വായിക്കാം. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാല് ഔട്ട് പേഷ്യന്റിനും ഇൻ പേഷ്യൻസിനായിട്ട് രണ്ട് വ്യത്യസ്ത രീതികളിലാണ് അവിടെ നമ്മൾ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ഫയൽ ചെയ്ത് വെക്കുന്നത്. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ കേട്ടോ. അതായത് രണ്ടു കൂട്ടർക്കും ഒരുപോലെയല്ല. ഔട്ട് പേഷ്യന്റിനും ഇൻ പേഷ്യൻസിനും സെപ്പറേറ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ഫയൽ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് വായിക്കാം. നോക്കാം. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഓഫ് ഔട്ട് പേഷ്യൻസ്, ഔട്ട് പേഷ്യൻസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. Diagnostic reports of outpatients should be accepted and scaled by the medical record department. ആരാണ്? By the medical record department in the എവിടെയാണ്? Specific patient records. എന്താണ് പറഞ്ഞത്? അതായത് ഈ ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ എല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നതും സ്കെയിൽ ചെയ്ത് വെക്കുന്നതും. അതും എവിടെയാണ്? ഇൻ ദ സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്. അതായത് സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഔട്ട് പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്? ആക്സെപ്റ്റ് ചെയ്ത് സ്കെയിൽ ചെയ്ത് വെക്കുക. സ്കെയിൽ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സ്കെയിൽ ചെയ്യാന്ന് വെച്ചാൽ ഫയലിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ദ റിപ്പോർട്ട് കേട്ടോ. റിപ്പോർട്ട് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിനാണ് സ്കെയിൽ ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അപ്പോ മനസ്സിലായല്ലോ? ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ആരാണ് റിസീവ് ചെയ്യുന്നത്? അതിന് ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ എന്തിനാണ് അവരത് കറക്റ്റ് ചെയ്യുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ്സ് എന്നുള്ള രീതിയിലാണ് അവര് ഈ പറയുന്ന ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്ത്
ഫയൽ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തത് ഇൻപേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ് ആൻഡ് സ്കെയിൽഡ് ഓൺ ദ വാർഡ്. ഇവിടെയാണ് വാർഡിലാണ് കേട്ടോ, വാർഡ് ബൈ വാർഡ് ക്ലർക്ക് ഓർ നഴ്സ്. കണ്ടോ, അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ഇൻപേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും ഫയൽ ചെയ്യുന്നത് എവിടെയാണ്? വാർഡിലാണ് അല്ലെ, ഒരു വാർഡിലാണ്. ആരാണ് അത് ചെയ്യുന്നത്? അത് ഒരു വാർഡ് ക്ലർക്ക് ആവാം, അല്ലെങ്കിൽ വാർഡ് ഇൻചാർജ് ഉള്ള ഒരു നഴ്സും ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവാം? ഇൻപേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടാവാം. അപ്പൊ അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ രണ്ട് വ്യത്യാസം ആയതുകൊണ്ട് ചോദ്യം വരാം. രണ്ട് ഒരുപോലെയല്ല. ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. എവിടെയാണ് അത് ഫയൽ ചെയ്യുന്നത്? സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് അത് ഫയൽ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, രാവിലെ വന്ന് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിച്ചു പോകുന്ന ഔട്ട് പേഷ്യൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇൻപേഷ്യൻസ് ആകുമ്പോൾ അവർ ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ള ഇൻപേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ഒരു വാർഡിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു വാർഡിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതും ആരായിരിക്കും? ഒരു വാർഡ് ക്ലർക്കോ അല്ലെങ്കിൽ വാർഡിനെ ഇൻചാർജ് ഉള്ളൊരു നഴ്സോ ആയിരിക്കും അത് ആക്സെപ്റ്റ് ചെയ്ത് ഫയൽ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അടുത്തതാണ് ഹെൽത്ത് സെന്റർ. ഓക്കെ, ഹെൽത്ത് സെന്റർ എന്താണ്? ഹെൽത്ത് സെന്ററിനെ പറ്റി പറയുന്നത്, ദ ഹെൽത്ത് സെന്റർ ഓർ ക്ലിനിക് നോർമലി ഡയറക്ട്സ് പേഷ്യൻസ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് എ റെഫറൽ ലെറ്റർ. അതായത് ഒരു ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ നിന്ന് സാധാരണ ഒരു പേഷ്യന്റിനെ റെഫറൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഒരു പേഷ്യന്റിനെ എങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് സെന്റർ, ക്ലിനിക് എന്നൊക്കെ പറയുമ്പോൾ പ്രൈമറി പരിചരണം കൊടുക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെൽത്ത് സെന്റർ അല്ലെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതുപോലെ CHSC, ക്ലിനിക് എന്നൊക്കെ പറയുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് കെയർ ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു പ്രൈമറി കെയർ, സെക്കൻഡറി ലെവൽ കെയറിന് മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ബെറ്റർ കെയറിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് അവർ എന്ത് ചെയ്യും? മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് അവരെ അയക്കും. അപ്പൊ അങ്ങനെ അയക്കുമ്പോൾ ഈ റെഫറൽ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യൻസിനെ എവിടേക്ക് അയക്കുന്നത്? ഹോസ്പിറ്റലിലോട്ട് അയക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. The health center or clinic normally direct the patient to the hospital with എന്ത് കൊടുത്താണ്? റെഫറൽ ലെറ്റർ ആണ് കേട്ടോ, റെഫറൽ ലെറ്റർ. ഇനി അടുത്തത് എന്താണ്? The hospital and the health center must develop a clear referral and appointment system for both the new and established patients. ഇനി ഈ പറയുന്ന ഹെൽത്ത് സെന്റർ ആയാലും അതുപോലെ ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞാലും അവര് വളരെ വ്യക്തമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം ഡെവലപ്പ് ചെയ്തിരിക്കണം. വളരെ വ്യക്തമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ത് ചെയ്തിരിക്കണം? ഡെവലപ്പ് ചെയ്തിരിക്കണം. ആർക്ക് വേണ്ടിയിട്ട്? ഫോർ ദ ബോത്ത് ന്യൂ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ്. അതായത് പുതിയ രോഗികളായാലും ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന രോഗികളായാലും ഓൾറെഡി അവിടെ ചികിത്സയിൽ ഇരിക്കുന്ന രോഗികളായാലും രണ്ടു കൂട്ടർക്കും ഒരുപോലെ വളരെ വ്യക്തമായിട്ടുള്ള റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം എന്ത് ചെയ്തിരിക്കണം? ഡെവലപ്പ് ചെയ്തിരിക്കണം. അപ്പൊ അതിനെ തുടർന്നുള്ള കുറച്ച് പോയിന്റുകളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മനസ്സിലായാലും ഇപ്പൊ ഹെൽത്ത് സെന്റർ അതിലൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഹെൽത്ത് സെന്ററിൽ നിന്നോ ക്ലിനിക്കിൽ നിന്നോ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് അയക്കുന്നത് ഒരു റെഫറൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ മാത്രമല്ല, ഒരു ഹെൽത്ത് സെന്റർ ആയാലും വലിയൊരു ഹോസ്പിറ്റൽ ആയി കഴിഞ്ഞാലും ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉണ്ടായിരിക്കണം. അത് ഈ പറയുന്ന പുതിയ പേഷ്യൻസിന് മാത്രമല്ല, ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിനും പുതിയ പേഷ്യൻസിനും ഒരുപോലെ വളരെ എന്താ പറയുക, ക്ലിയർ റെഫറൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തതാണ് റെഫറൽ ഓഫ് എ പേഷ്യന്റ്. നമ്മൾ റെഫറലിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് തന്നെയാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞത്, റെഫറൽ ഓഫ് എ പേഷ്യന്റ് കേട്ടോ. എന്താണ് പേഷ്യന്റിന്റെ റെഫറലുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യം എന്താണ്? 3 copies should be received by the hospital. നമ്മൾ പറഞ്ഞല്ലോ ഒരു വ്യക്തമായിട്ടുള്ള റെഫറൽ സംവിധാനം ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? 3 copies should be received by the hospital. അതായത് ഒരു ഹോസ്പിറ്റൽ, ശരിക്കും ഇങ്ങനെയല്ല വായിക്കണ്ടേ, ഇങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. 3 copies ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കാം, എന്നിട്ട് വായിക്കാം. 3 കോപ്പികളാണ് എന്ത് ചെയ്യേണ്ടത്? ജനറേറ്റ് ചെയ്യേണ്ടത്. റെഫറൽ ലെറ്റർ കൊടുക്കുമല്ലോ, ആ റെഫറൽ ലെറ്ററിന്റെ 3 കോപ്പികൾ. ഓക്കെ, 3 കോപ്പികളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കാം. The first 2 copies should be presented to the hospital by the patient. അതായത് 3 കോപ്പിയാണ് നമ്മൾ റെഫറൽ ലെറ്റർ എടുക്കുന്നത്. ഈ 3 കോപ്പിയില് 2 കോപ്പികൾ ഉണ്ടല്ലോ, ആദ്യത്തെ 2 കോപ്പികള്, ആ 2 കോപ്പികള് പേഷ്യന്റ് തന്നെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഹാജരാക്കണം. അവർ ചെല്ലുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് തന്നെ ആദ്യ 2 കോപ്പികൾ അവിടെ ഹാജരാക്കണം, അവിടെ പ്രസന്റ് ചെയ്യണം.
പിന്നെയോ the third copy should be retained by the referring health center or clinic. ഇനി മൂന്നാമത്തെ ഒരു കോപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ. ആ മൂന്നാമത്തെ കോപ്പി ആരാണ് സൂക്ഷിക്കേണ്ടത്? അത് റെഫർ ചെയ്ത് വിടുന്ന ആ ഹെൽത്ത് സെന്ററോ ക്ലിനിക്കോ ആണ് മൂന്നാമത്തെ കോപ്പി സൂക്ഷിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതായത് 3 റെഫറൽ ലെറ്റേഴ്സിന്റെ 3 കോപ്പി ഉണ്ടാവും. അതിൽ ആദ്യത്തെ 2 കോപ്പികള് രോഗി തന്നെ ഹോസ്പിറ്റലിൽ ഹാജരാക്കണം. ഓക്കെ, മൂന്നാമത്തെ ഒരു കോപ്പി ഉണ്ടല്ലോ, അത് ഇവരെ റെഫർ ചെയ്ത് വിടുന്ന ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്, ഓർ ക്ലിനിക് ഉണ്ട്. അവിടെയാണ് ആ മൂന്നാമത്തെ കോപ്പി സൂക്ഷിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ ഒന്ന് വായിക്കാം. 3 copies should be received by the hospital എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്. അപ്പൊ 3 കോപ്പി ഹോസ്പിറ്റലിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയല്ല, 3 കോപ്പികളാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിൽ 2 കോപ്പി ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം, 1 കോപ്പി വന്നിട്ട് റെഫർ ചെയ്ത് വിടുന്ന ഹെൽത്ത് സെന്റർ ആണ് കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്ക്, 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient, while the third copy should be retained by the referring health center or clinic. Okay. അടുത്തത് എന്താണ് പറയുന്നത്? After treatment, the first copy should be passed on the health center or hospital as a feedback information, and the second copy should be retained in the hospital. Okay. അപ്പൊ നമുക്കറിയാം 2 കോപ്പികൾ എവിടെ കിട്ടിയിട്ടുണ്ട്? ഹോസ്പിറ്റലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു കോപ്പി ഉണ്ടല്ലോ, അത് എവിടേക്ക് അയച്ചു കൊടുക്കണം? നമ്മുടെ റെഫർ ചെയ്തിട്ടുള്ള ഹെൽത്ത് സെന്ററിലാണ് അയച്ചു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട്. കാര്യം അവരെ റെഫർ ചെയ്ത് ഈ ഒരു ഹോസ്പിറ്റലിലോട്ടാണല്ലോ കൊണ്ടുവന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു കോപ്പി ഒരു ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് ആർക്ക് കൊടുക്കണം? ഈ പറയുന്ന ഹെൽത്ത് സെന്ററിലേക്ക് കൊടുക്കണം. ഓക്കെ, മറു കോപ്പിയോ സെക്കൻഡ് കോപ്പി എന്ത് ചെയ്യണം? സെക്കൻഡ് കോപ്പി ഷുഡ് ബി റിട്ടേൺഡ് ഇൻ ദ ഹോസ്പിറ്റൽ. രണ്ടാമത്തെ കോപ്പി എവിടെ തന്നെ സൂക്ഷിച്ചാൽ മതി? ഹോസ്പിറ്റലിനകത്ത് സൂക്ഷിച്ചാൽ മതി. മനസ്സിലായോ പറഞ്ഞത്? അതാണ് റെഫറൽ ഓഫ് ദി പേഷ്യന്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു പേഷ്യന്റിന് കൃത്യമായുള്ള റെഫറൽ സംവിധാനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ആ റെഫറൽ സംവിധാനം എന്ന് പറഞ്ഞാല് 3 കോപ്പി ഉണ്ടായിരിക്കണം. അതില് ആദ്യത്തെ 2 കോപ്പികൾ രോഗി തന്നെ ഹോസ്പിറ്റലിൽ ഹാജരാക്കണം. മൂന്നാമത്തെ കോപ്പി എവിടെ സൂക്ഷിക്കണം? ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ക്ലിനിക്കിലാണ് സൂക്ഷിക്കേണ്ടത്. ഇനി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ 2 കോപ്പി ഉണ്ടല്ലോ, അതില് ആദ്യത്തെ ഒരു കോപ്പി ഒരു ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് ആർക്ക് അയച്ചു കൊടുക്കണം? ഹെൽത്ത് സെന്ററിലോട്ട് അയച്ചു കൊടുക്കണം. അവിടെ നിന്നാണല്ലോ റെഫർ ചെയ്ത് വന്ന ഹെൽത്ത് സെന്റർ ഓർ ക്ലിനിക്ക്, അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാം. രണ്ടാമത്തെ കോപ്പി എവിടെ തന്നെ കീപ്പ് ചെയ്യാം? ഹോസ്പിറ്റലിനകത്ത് തന്നെ കീപ്പ് ചെയ്യാം. മനസ്സിലായല്ലോ? അടുത്തതാണ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് കേട്ടോ. ഇതാണ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്. എന്താണ് അതിനകത്ത് പറയുന്നത്? The names of all outpatient clinics with the names of the clinic chiefs in the hospital should be revealed in the main entrance of the outpatient department, and in each clinic the name of the chief consultant should also be revealed. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, അതായത് ഒരു ആശുപത്രിയില് ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകള്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകള് നമ്മൾ ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന കവാടത്തിൽ എക്സിബിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിന്റെ പേര് മാത്രമല്ല, ഓരോ ക്ലിനിക്കിന്റെയും ചീഫിന്റെ പേരും കൂടെ അവിടെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായി? അപ്പൊ നമ്മള് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒ പി ഡിയുടെ അവിടേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു വലിയൊരു ബോർഡൊക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ബോർഡിനകത്ത് അവിടെ ലഭ്യമായിട്ടുള്ള ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് കാർഡിയോളജി, അതുപോലെ പൾമണോളജി, നെഫ്രോളജി, അതുപോലെ മറ്റേ ഒബ്സ്ട്രക്റ്റിക്സ്, ഗൈനക്കോളജി, പിന്നെ ന്യൂറോളജി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകളും. ഇനി ഓരോ ക്ലിനിക്കിന്റെയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അതായത് അവിടുത്തെ ചീഫ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഡോക്ടറുടെ പേരും അതിന് നേരെ ഉണ്ടായിരിക്കും. ഇപ്പൊ കാർഡിയോളജി ആണെങ്കിൽ അതിന്റെ ഹെഡ്, അവിടുത്തെ ചീഫിന്റെ ആ ഒരു ഡോക്ടറുടെ പേര് അതിന് നേരെ ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പൊ പൾമണോളജി ക്ലിനിക്ക് അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ചീഫിന്റെ പേര് അതിനകത്ത് രേഖപ്പെടുത്തി. ഇതൊക്കെ എവിടെയാണ് എക്സിബിറ്റ് ചെയ്യേണ്ടത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന കവാടത്തിൽ തന്നെ എക്സിബിറ്റ് ചെയ്തിരിക്കും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. The names of, അത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനെ വായിക്കേ. The names of all outpatient clinics, ഈ വിത്ത് ദ നെയിംസ് ഓഫ് ക്ലിനിക് ചീഫ്സ് ഉണ്ടല്ലോ, വിത്ത് ദ നെയിംസ് ഓഫ് ക്ലിനിക് ചീഫ്സ്, അതൊന്ന് വെട്ട്, നിങ്ങള് ജസ്റ്റ് ഒന്ന് വെട്ട, അത് വെട്ട് കേട്ടോ. വിത്ത് ദ നെയിംസ് ഓഫ് ദ ക്ലിനിക് ചീഫ്സ്, അതൊന്ന് ജസ്റ്റ് വെട്ടിയിടാം. വെട്ടിയില്ല. ഇനി ഇങ്ങനെ വായിക്കാം. The names of all outpatient clinics in the hospital should be revealed in the main entrance of the outpatient department, and in each clinic
the name of the chief consultant should also be revealed. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചീഫ് കൺസൾട്ടന്റിന്റെ പേര് ചേർക്കണം എന്നുള്ളതാണ് മോളിലും എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ ഒരുമിച്ച് വായിക്കണ്ട, ഏതെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇത് വെട്ടാൻ പറഞ്ഞത് കേട്ടോ. എന്താണ് ഇങ്ങനെ വായിക്കാം, the names of all outpatient clinics with the names of the clinic chiefs ഇല്ലേ, with the names of clinic chiefs, അത് വെട്ടാൻ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയിടും നിങ്ങൾ, വെട്ടിയിടുക. എന്നിട്ട് ഇങ്ങനെ വായിക്കാൻ, അതായത് the names of all outpatient clinics in the hospital should be revealed in the main entrance of the outpatient department, and in each clinic the name of the chief consultant should also be revealed. മനസ്സിലായല്ലോ? ഓരോ ക്ലിനിക്കിന്റെ ഹെഡ് ഉണ്ടാവുമല്ലോ, ചീഫ്. ഇപ്പൊ കാർഡിയോളജി ആണെങ്കിൽ കാർഡിയോളജിയുടെ മെയിൻ ചീഫിന്റെ പേരുണ്ടാവും, പൾമണോളജി ആണെങ്കിൽ പൾമണോളജി. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, വലിയൊരു ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും. അവിടെയുള്ള ഔട്ട്പേഷ്യന്റ് ക്ലിനിക്കുകളുടെ കംപ്ലീറ്റ് വിവരങ്ങൾ അതിനകത്ത് എഴുതിപ്പെടുത്തിയിട്ടുണ്ടാവും. അവിടുത്തെ മെയിൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആ ഡോക്ടറുടെ പേര് അതിനകത്ത് ഉണ്ടായിരിക്കും. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്തതാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് എന്താണ് അതിൽ പറയുന്നത്? Of the 3 accident and emergency forms, the first copy is kept in the casualty department. The second copy is presented. അതിലേക്ക് വരാം. നമ്മൾ ആക്സിഡന്റ് എമർജൻസി സർവീസ് പറയുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ 3 ഫോംസുകൾ വേണം. ഓക്കെ, നമ്മൾ റെഫറൽ സംവിധാനം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റെഫറൽ ലെറ്ററിന്റെ 3 കോപ്പി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. 3 കോപ്പി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നതുപോലെ ആക്സിഡന്റ് എമർജൻസി സേവനങ്ങൾക്കും ആയിട്ട് ഒരു 3 ഫോമുകൾ ഉണ്ട്. ഓക്കെ, ഒരു 3 ഫോമുകൾ ഉണ്ട്. 3 ഫോം എന്ന് വെച്ചാൽ കണ്ടന്റ് സെയിം ആയിരിക്കും കേട്ടോ. 3 ഫോം എന്ന് വെച്ചാൽ 3 വ്യത്യസ്ത ഫോമുകളല്ല, കണ്ടന്റ് സെയിം ആണ്. അത് 3 കോപ്പി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതിനകത്ത് ഓഫ് ദി 3 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോംസ്, ഈ 3 ആക്സിഡന്റ് എമർജൻസി ഫോമിനകത്ത് the first copy is kept in the casualty department. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഏത് കോപ്പി എവിടെയാണ് സൂക്ഷിക്കുന്നത്, ഫസ്റ്റ് കോപ്പി എവിടെ സൂക്ഷിക്കുന്നു, സെക്കൻഡ് കോപ്പി എവിടെ സൂക്ഷിക്കുന്നു, തേർഡ് കോപ്പി എവിടെ സൂക്ഷിക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. The first copy is kept in the casualty department കേട്ടോ. ആദ്യത്തെ കോപ്പി എവിടെയാണ്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്യാഹിത വിഭാഗം ആദ്യം കൊണ്ട് ചെല്ലുന്ന സ്ഥലമാണ് അല്ലെ. അവിടെയാണ് ഒരു കോപ്പി സൂക്ഷിക്കുക. Second copy is presented by the patient in the pharmacy to get the medications. രണ്ടാമത്തെ കോപ്പി രോഗി എന്ത് ചെയ്യും? മരുന്ന് ലഭിക്കാനായിട്ട് ഫാർമസിയിലോട്ട് എന്ത് ചെയ്യും? അവർക്ക് പാസ് ചെയ്യും അല്ലെ. രോഗി തന്നെ ഫാർമസിയിൽ നിന്ന് മരുന്ന് ലഭിക്കാനായിട്ട് എവിടേക്കാണ് കൊടുക്കുന്നത്? ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ആ സെക്കൻഡ് കോപ്പി പാസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെയോ ഒരു കോപ്പിയും കൂടി ഉണ്ട് അല്ലെ. ആൻഡ് ദ തേർഡ് കോപ്പി ഈസ് കെപ്റ്റ് ബൈ ദ പേഷ്യന്റ്. മൂന്നാമത്തെ കോപ്പി ആര് തന്നെ കയ്യിൽ സൂക്ഷിക്കാം? രോഗി തന്നെ കയ്യിൽ സൂക്ഷിക്കാം. നമ്മൾ പറയുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ 3 കോപ്പി ഉണ്ടായിരിക്കും. ആക്സിഡന്റ് എമർജൻസി ഫോം ഉണ്ടാവും. അതിൽ ആദ്യത്തെ കോപ്പി എവിടെ സൂക്ഷിക്കണം? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില്. രണ്ടാമത്തെ കോപ്പി പേഷ്യന്റ് മരുന്ന് ലഭിക്കാനായിട്ട് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിക്കേണ്ടത്. മൂന്നാമത്തെ കോപ്പി പേഷ്യന്റ് തന്നെ തന്റെ കയ്യിൽ സൂക്ഷിക്കാം. ഓക്കെ, അടുത്തത് കേട്ടോ സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പീസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കോപ്പി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണെന്ന് അവിടെ ഇരിക്കട്ടെ. ദ സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പീസ് become part of the main patient file if this patient is admitted to either an outpatient or an inpatient. Inpatient എന്നാണ് കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്നല്ല, ഇന്നാണ് കേട്ടോ. എം മാറ്റി എന്നിടാ കേട്ടോ. എം മാറ്റിയിട്ട് എന്നിടനെ ഇൻപേഷ്യന്റ് സർവീസിനാണ്. ഇൻപേഷ്യന്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇൻപേഷ്യന്റ് സർവീസ് എന്താണ് പറയുന്നത്? ആ 2ഉം 3ഉം കോപ്പികൾ ഉണ്ടല്ലോ, 2ഉം 3ഉം കോപ്പികള്, ആ കോപ്പികള് മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറും. അതായത് മെയിൻ പേഷ്യന്റ് റെക്കോർഡ് ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് മാറും. എപ്പോഴാണെന്ന് അറിയാമോ? if this patient is admitted to either an outpatient or an inpatient service. അതായത് ഈ പറയുന്ന പേഷ്യന്റ് ഒരു ഔട്ട്പേഷ്യന്റോ ഇൻപേഷ്യന്റ് സേവനങ്ങൾക്കായിട്ട് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 2ഉം 3ഉം കോപ്പികള് മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെ അഡ്മിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അഡ്മിറ്റ് ആവാന്നുള്ള അർത്ഥമല്ല. ഇവിടെ അഡ്മിറ്റഡ് എന്നുള്ള അർത്ഥം പ്രവേശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അഡ്മിറ്റ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അല്ലാണ്ട് ഔട്ട് പേഷ്യന്റ് വരുമ്പോ അതെങ്ങനെയാ അഡ്മിറ്റ് ആവണേ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. ഇവിടെ അഡ്മിറ്റഡ് എന്നുള്ളതിന്റെ മീനിങ് ഇതാണ്, പ്രവേശിപ്പിക്കുക അഥവാ അനുവദിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. മനസ്സിലായോ പറഞ്ഞേ? The second and third copies become part of the main patient file if this patient is admitted to either an outpatient or an inpatient service.
കേട്ടോ. ഈ രോഗി ഔട്ട് പേഷ്യന്റോ ഇൻപേഷ്യന്റോ സർവീസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന 2-3 കോപ്പികൾ മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ. അടുത്തത് എന്താണ് പറയുന്നത്? ഫസ്റ്റ് കോപ്പി ഈസ് റീറ്റെയിൻഡ് ഇൻ ദ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാലോ, ആദ്യത്തെ കോപ്പി എവിടെ തന്നെയായിരിക്കും? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? അവിടെയാണല്ലോ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നോക്കാം കേട്ടോ. ഇഫ് എ പേഷ്യന്റ് ഹാസ് എ യൂണിറ്റ് റെക്കോർഡ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വാണ്ട്സ് ടു ഇൻസ്പെക്ട്, ഒരു കോമ ഇടാം കേട്ടോ, അവിടെ ഒരു കോമ ഇടാം, എന്നിട്ട് വായിക്കാം, ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് should pass on the record to him. ഒന്നുകൂടെ വായിക്കാണ്. If a patient has a unit record in the hospital and a casualty medical officer wants to inspect, the medical record department should pass on the record to him. എന്താണ് പറയുന്നത്? ഇപ്പൊ ആ ഒരു പേഷ്യന്റിന് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണ്. പക്ഷെ ആ ഒരു പേഷ്യന്റിന് ആ ഒരു ആശുപത്രിയിൽ ഒരു സിംഗിൾ റെക്കോർഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അയാൾക്ക് അവിടെ ഓൾറെഡി ഒരു മെഡിക്കൽ റെക്കോർഡ് ഉള്ള ആളാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് ഒരു പക്ഷെ ആ മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കേണ്ടതായിട്ട് വരും, അല്ലെ, ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആ റെക്കോർഡ് ആർക്ക് കൊടുത്തിരിക്കണം? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് പാസ് ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? അതായത് എമർജൻസി ആയിട്ട് ഇപ്പൊ ഒരു രോഗിനെ ആശുപത്രിയിൽ കൊണ്ടുവരാണ്. പക്ഷെ ആ രോഗിക്ക് ആ ഹോസ്പിറ്റലിൽ ഓൾറെഡി എന്തുണ്ട്? മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ഓൾറെഡി ചിലപ്പോൾ അവിടെ കാണുന്ന ആളായിരിക്കും. അപ്പൊ അയാൾക്ക് ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡ്, ഒരു മെഡിക്കൽ റെക്കോർഡ് അയാൾക്ക് അവിടെ ഓൾറെഡി ഉണ്ട്. അങ്ങനെ വരുമ്പോ കാഷ്വാലിറ്റിയിലേക്കാണല്ലോ ഇയാളെ കൊണ്ടുവരാം. ആ സമയത്ത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർക്ക് ഇയാളുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ആരാണ് പ്രവർത്തിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകാര് ഈ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് ആർക്ക് എത്തിച്ചു കൊടുക്കണം? കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ ഓഫീസർക്ക് പാസ് ചെയ്യും. മനസ്സിലായോ? അതാണ് കേട്ടോ. ഇഫ് എ പേഷ്യന്റ് ഹാസ് എ യൂണിറ്റ് റെക്കോർഡ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വാണ്ട്സ് ടു ഇൻസ്പെക്ട്, അത് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് പാസ് ഓൺ ദ റെക്കോർഡ് ടു ഹിം. ഓക്കെ. അടുത്തത്, all diagnostic investigation reports of a casualty patient are affixed to the casualty form. ഓക്കെ. അതായത് എല്ലാ ഈ പറയുന്ന കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ എല്ലാ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ എന്ത് ചെയ്തിരിക്കണം? കാഷ്വാലിറ്റി ഫോമിനോടൊപ്പം എൻക്ലോസ് ചെയ്തിരിക്കണം കേട്ടോ. കാഷ്വാലിറ്റിയിൽ ഒരു കോപ്പി നമ്മൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂടെ ഈ പറയുന്ന എല്ലാ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും അതിന്റെ കൂടെ അഫിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അതിന്റെ കൂടെ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ദ റിപ്പോർട്ട്സ് ബിക്കം പാർട്ട് ഓഫ് മെയിൻ പേഷ്യന്റ് ഫയൽ if a patient is referred as either an outpatient or an inpatient. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. അതായത് ആ ഒരു രോഗിനെ ഔട്ട് പേഷ്യന്റോ ഇൻപേഷ്യന്റോ ആയിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും ആ ഒരു രോഗിയുടെ മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസിൽ എന്താ നമ്മൾ പറഞ്ഞേ? 3 കോപ്പി ഉണ്ടായിരിക്കും. ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ 3 കോപ്പി ഉണ്ടായിരിക്കും. അതിനകത്ത് ആദ്യത്തെ കോപ്പി ഉണ്ടല്ലോ, അത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കോപ്പി വന്നിട്ട് രോഗി മരുന്ന് ലഭിക്കാനായിട്ട് ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യും. മൂന്നാമത്തെ കോപ്പി രോഗി അയാളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കും. ഓക്കെ. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ 2-3 കോപ്പി ഉണ്ടല്ലോ, ഒന്ന് ഫാർമസിയിലേക്ക് കൊടുത്തത്, ഒന്ന് രോഗിയുടെ കയ്യിൽ ഇരിക്കുന്ന ആ 2-3 കോപ്പികള്, ആ 2-3 കോപ്പികളും മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായിട്ട് മാറും. എപ്പോഴാണ് ഇയാളൊരു ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആയിട്ട് ആ രോഗം അവിടെ വരുന്ന സമയത്ത് ആ 2 കോപ്പി അതിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഫസ്റ്റ് കോപ്പി എപ്പോഴും കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സൂക്ഷിക്കാം. ഇനി ഈ പറയുന്ന രോഗിക്ക് എമർജൻസി ആയിട്ട് ആശുപത്രി കൊണ്ടുവരുന്ന രോഗിക്ക് അവിടെ ഓൾറെഡി ഒരു സിംഗിൾ യൂണിറ്റ് റെക്കോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അയാളുടെ റെക്കോർഡ് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആ റെക്കോർഡ് ആർക്ക് കൊടുത്തിരിക്കണം? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു കാഷ്വാലിറ്റിയിൽ വന്നിട്ടുള്ള പേഷ്യന്റിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സുകള്, എല്ലാ ചികിത്സാ ഇതൊക്കെ ഉണ്ടല്ലോ, റിപ്പോർട്ടുകളും കാര്യങ്ങളും ഈ ഒരു ഫോമിന്റെ കൂടെ അഫിക്സ് ചെയ്തിരിക്കണം. അതായത് ഈ ഒരു ഫോമിന്റെ കൂടെ എൻക്ലോസ് ചെയ്ത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ ആണ്. അടുത്തത് കേട്ടോ, അടുത്തതും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അഡ്മിഷൻ ഓഫീസ് ആണ് കേട്ടോ. അഡ്മിഷൻ ഓഫീസർ. The admission office will be in working around the clock and is responsible for the admission of patients, for the maintenance of the bed occupancy ward, and for the safekeeping of patients' property if there is any absence of a patient's relative. എന്താണ് പറയുന്നത്?
ഈ പറയുന്ന അഡ്മിഷൻ ഓഫീസ് ഉണ്ടല്ലോ അത് 24 അവറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. ദാറ്റ് വിൽ ബി വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് അഡ്മിഷൻ ഓഫീസ്. ഇനി ഒരു അഡ്മിഷൻ ഓഫീസിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്കുള്ളത്? They are responsible for the admission of patients. അല്ലെ, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുക, അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്താണ്, ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഒക്യുപ്പൻസി ബോർഡ്. ഈ പറയുന്ന ബെഡ് ഒക്യുപ്പൻസി ബോർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. എന്താണ് ഈ ബെഡ് ഒക്യുപ്പൻസി ബോർഡ് എന്ന് പറഞ്ഞാല്? ആ ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ബെഡിന്റെ ഒക്യുപ്പൻസി അത് ഈ പറയുന്ന ഒരു വിഷ്വൽ ഡിസ്പ്ലേ ബോർഡിനടുത്ത് എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അവിടെ എത്ര ബെഡ്സ് അവൈലബിൾ ഉണ്ട്, അതിൽ എത്ര എണ്ണം ഒക്യുപ്പൈഡ് ആണ്, എത്ര ബാലൻസ് ബെഡ്സ് ഉണ്ട് എന്നുള്ള കാര്യം. അത് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ബെഡിന്റെ അവൈലബിലിറ്റി എന്താണ് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു ബെഡ് ഒക്യുപ്പൻസി ബോർഡ് ഉണ്ട്. ആ ബോർഡിനകത്ത് കൃത്യമായിട്ട് എത്ര ബെഡുകൾ ഒക്യുപ്പൈഡ് ആണ്, ഇനി എത്ര ബെഡ്സ് ബാലൻസ് ഉണ്ട് എന്നുള്ളത് ഒരു വിഷ്വൽ ഡിസ്പ്ലേ ബോർഡിനകത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ബെഡ് ഒക്യുപ്പൻസി ബോർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം ഓരോ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ പേഷ്യന്റ് വരും പോകും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല. സോ ആ ഒരു അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി, അതായത് രോഗികളുടെ പ്രോപ്പർട്ടികൾ വളരെ സേഫ് ആക്കി വെക്കാം. എങ്ങനെയാണെങ്കിൽ ദർ ഇസ് എനി ആബ്സെൻസ് ഓഫ് പേഷ്യൻസ് റിലേറ്റീവ് കേട്ടോ. പേഷ്യന്റിന്റെ കൂടെ പ്രത്യേകിച്ച് അവരുടെ റിലേറ്റീവ്സ് ആരും ഇല്ല, ബൈസ്റ്റാൻഡേഴ്സ് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ പ്രോപ്പർട്ടികളെല്ലാം തന്നെ സേഫ് ആക്കി വെക്കാന്നുള്ളതും ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ആരുടെ കാര്യം പറഞ്ഞ അഡ്മിഷൻ ഓഫീസിന്റെ കാര്യമാണ് കേട്ടോ. എന്തൊക്കെയാണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുക, ഈ പറയുന്ന പോലെ ബെഡ് ഒക്യുപ്പൻസി ബോർഡുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ രോഗിയുടെ സമീപം ഇപ്പൊ പ്രത്യേകിച്ച് അവരുടെ റിലേറ്റീവ്സ് ആരും ഇല്ലെങ്കിൽ അവരുടെ എന്താ പറയാ പ്രോപ്പർട്ടികളെല്ലാം വളരെ സെക്യൂർഡ് ആയിട്ടൊക്കെ വെക്കുക. ഇതൊക്കെയാണ് ഒരു അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും മതി കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാണ്. വേറൊന്നുമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെ. സ്റ്റാൻഡേർഡ്സ് ക്ലോക്ക് റൂം ഉണ്ടായിരിക്കും. അതായത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഒരു അളവ് ഗുണനിലവാരമൊക്കെ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു റൂൾ ആയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സിനെ കണക്കാക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് ആരാണ് സെറ്റ് ചെയ്യുന്നത്? അത് ഒരു റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിരിക്കും ഇത്തരം സ്റ്റാൻഡേർഡുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തത്. പിന്നെ മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ലൈസൻസിങ്ങിനായാലും അംഗീകാരത്തിനായാലും അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പേയ്മെന്റ് ലഭിക്കുന്നതിനായാലും ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകളൊക്കെ അവിടെ കൃത്യമായിട്ട് പാലിച്ചിരിക്കും. പിന്നെ മാത്രമല്ല, എല്ലാ ഹോസ്പിറ്റലുകളും നിർബന്ധമായിട്ടും വളരെ എന്താ പറയാ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോഴും കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യലി എന്താ പറയാ ആ ഒരു സ്വകാര്യത ഉറപ്പുവരുത്തണം ഉറപ്പായിട്ടും. പിന്നെ എന്താന്ന് വെച്ചാൽ വളരെ എന്താ പറയാ ജെനുവിൻ ആയിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, എപ്പോഴും എലിജിബിളും കംപ്ലീറ്റും ആയിരിക്കണം, വളരെ വ്യക്തമായിരിക്കണം, വളരെ കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസികൾ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ രജിസ്ട്രേഷൻ സിസ്റ്റം ആണ്. എല്ലാ ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനും 24 മണിക്കൂർ സേവനം കൊടുക്കുന്ന ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സംവിധാനം എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. പിന്നെ മാത്രമല്ല, ഓരോ രോഗിക്കും അവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള യൂണിറ്റ് റെക്കോർഡും ഒരു പെർമനന്റ് എന്താ പറയാ മെഡിക്കൽ റെക്കോർഡ് നമ്പറും അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ മാത്രമല്ല, എമർജൻസി എന്താ പറയുക ആക്സിഡന്റ് പേഷ്യൻസിനായിട്ട് 24 അവർ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്പറിംഗ് സിസ്റ്റം ഒരു 6 ഡിജിറ്റ് 6 നമ്പറാണ് സാധാരണ ഒരു മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ആ ഒരു രജിസ്ട്രേഷൻ ആദ്യ സമയത്താണ് ആ ഒരു നമ്പർ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ രോഗിയുടെയും പ്രധാനപ്പെട്ട ഐഡന്റിഫിക്കേഷൻ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഇനി തയ്യാറാക്കിയാൽ മാത്രം പോലെ അത് 2 രീതിയിലും ഫയൽ ചെയ്ത് വെക്കാം. മാനുവൽ സിസ്റ്റത്തിലാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫയൽ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടും ഈ പറയുന്ന പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ത് ചെയ്യാം, ഫയൽ ചെയ്ത് വെക്കാം. PMIന്റെ ഫസ്റ്റ് പോയിന്റ്, PMI എന്ന് വെച്ചത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഇസ് ഡിസൈഡഡ് വിത്ത് ദ important identification information for each new patient registered in the central registration area. അതായത് രജിസ്ട്രേഷൻ ഏരിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഷ്യന്റ് ഉണ്ടാവുമല്ലോ, ആ പേഷ്യന്റിന്റെ പ്രധാനപ്പെട്ട എന്താ ഐഡന്റിഫിക്കേഷൻ വിവരങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അതായത്
ഐഡന്റിഫിക്കേഷൻ അറ്റൻസ് അവരുടെ പേര്, അവരുടെ ഏജ്, അവരുടെ മറ്റുള്ള അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇല്ല. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ട് രീതിയിൽ ഫയൽ ചെയ്ത് വെക്കാം. മാനുവൽ സിസ്റ്റത്തിലാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ, പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടും ഫയൽ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ പറഞ്ഞത് പേഷ്യന്റ് ഐ ഡി ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. അറിയാലോ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു അപ്പോയിന്റ്മെന്റ് കാർഡും അവർക്ക് ഒരു തിരിച്ചറിയൽ കാർഡ് അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ മാത്രമല്ല, എല്ലാ ഹോസ്പിറ്റലിലും ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് സംവിധാനം പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഏതൊഴികെയാണ് പറഞ്ഞത്, ലേബറും എമർജൻസി കേസുകൾ ഒഴികെ എല്ലാ രോഗികളും ഈ ഒരു അപ്പോയിന്റ്മെന്റ് സംവിധാനം ഉപയോഗിക്കണം. അതിനത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. പിന്നെ പറഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്. അത് ഔട്ട് പേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അതും എങ്ങനെയാണ്, സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് അത് ആക്സെപ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇൻപേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആണെങ്കിൽ അത് വാർഡിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. വാർഡിൽ ആരാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? വാർഡ് ക്ലർക്ക് ആയിരിക്കും, അതിന്റെ വാർഡിന്റെ ഇൻചാർജുള്ള നഴ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഹെൽത്ത് സെന്ററിനെ പറ്റി പറഞ്ഞത്, ഒരു ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ക്ലിനിക്കിൽ നിന്ന് ഒരു റെഫറൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് പേഷ്യൻസിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്, ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു റെഫറൻസ് സംവിധാനം ഉണ്ടായിരിക്കണം. റെഫറൽ സംവിധാനത്തെ പറ്റി പറയുകയാണെങ്കിൽ 3 കോപ്പികളാണ് റെഫറൽ ലെറ്റേഴ്സ് എടുക്കേണ്ടത്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ 2 കോപ്പികൾ രോഗി തന്നെ ഹോസ്പിറ്റലിൽ ഹാജരാക്കണം. 3ാമത്തെ കോപ്പി ഇവിടെ സൂക്ഷിക്കണം, ഹെൽത്ത് സെന്ററിൽ റെഫർ ചെയ്ത് വിടുന്നത് എവിടെയാണോ അവിടെ സൂക്ഷിക്കണം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം, 2 കോപ്പി അവരുടെ കയ്യിലില്ലേ, ഒരു കോപ്പി ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് ഹെൽത്ത് സെന്ററിലേക്ക് അയക്കാം. ഓക്കെ, 6 കോപ്പി ഹോസ്പിറ്റലുകാർ തന്നെ സൂക്ഷിക്കാം. പിന്നെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്ക് നമ്മൾ പറഞ്ഞു, എല്ലാ ഹോസ്പിറ്റലിലും അവിടെ ലഭ്യമായിട്ടുള്ള ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളുടെ പേരുകൾ, ആ പേരിന്റെ ഒപ്പം തന്നെ അവിടുത്തെ ചീഫിന്റെ പേര് കൂടെ ആ ഒരു ബോർഡിൽ എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, ആക്സിഡന്റ് എമർജൻസി സർവീസ് മനസ്സിലാക്കിയതുപോലെ തന്നെ 3 ആക്സിഡന്റ് എമർജൻസി ഫോം ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ കോപ്പി കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിക്കാം. ഒരു കോപ്പി, പിന്നെ 2 കോപ്പി ഉണ്ടല്ലോ, അത് ഒരു കോപ്പി ഫാർമസിയിലേക്ക് രോഗി മരുന്ന് ലഭിക്കാനായിട്ട് അവിടേക്ക് കൊടുക്കുക, ഒരു കോപ്പി അയാളുടെ കയ്യിൽ സൂക്ഷിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞാണ്. അഡ്മിഷൻ ഓഫീസിന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായോ? 24 അവർ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അഡ്മിഷൻ ഓഫീസ്. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുക, ഈ പറയുന്ന ബെഡ് ഒക്യുപ്പൻസി ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ പേഷ്യന്റിന്റെ പ്രോപ്പർട്ടികൾ വളരെയധികം സേഫ് ആക്കി സൂക്ഷിക്കുക, സെക്യൂർ ആക്കി വെക്കുക. ഇതൊക്കെയാണ് അഡ്മിഷൻ ഓഫീസിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ശരി, എന്നാ ഓക്കെ, താങ്ക് യു.